ടി പി വധക്കേസിലെ ഹൈക്കോടതി വിധി കൊലപാതകത്തിൽ CPMന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നതാണെന്ന് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ MLA. വിചാരണ കോടതി വെറുതെ വിട്ട CPIM നേതാക്കളായ കെ കൃഷ്ണനെയും ജ്യോതിബാബുവിനെയും ശിക്ഷിക്കാനുള്ള തീരുമാനം സ്വാഗതം ചെയ്യുന്നു. പി മോഹനെതിരെ നിയമ പോരാട്ടം തുടരുമെന്നും കെ രമ വ്യക്തമാക്കി. ഏറെ രാഷ്ട്രീയ കൊള്ളിളക്കം സൃഷ്ടിച്ച ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി CPMന് ഒരേ സമയം തിരിച്ചടിയും ആശ്വാസവുമാണ്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ഹൈക്കോടതിയും ശരിവെച്ചതാണ് CPMന് ആശ്വാസമായത്. അതേസമയം CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ, പാനൂരിലെ CPM പ്രാദേശിക നേതാവ് ജ്യോതിബാബു എന്നിവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കിയതാണ് CPMന് തിരിച്ചടിയായത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പങ്കില്ലെന്നാണ് അന്നും ഇന്നും CPM പറയുന്നത്. ചന്ദ്രശേഖരൻ്റെ തല തെങ്ങിൻ പൂക്കുല പോലെ ചിതറുമെന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ച കെ കൃഷ്ണനെയും KC രാമചന്ദ്രനെ PK കുഞ്ഞനന്ദന് പരിചയപ്പെടുത്തി കൊടുത്ത ജ്യോതിബാബുവിനെയും ശിക്ഷിക്കാനുള്ള തീരുമാനം TP കേസിലെ ഗൂഢാലോചന ഒന്നുകൂടി സ്ഥിരീകരിക്കുകയാണ്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും വിചാരണ കോടതി വെറുതെ വിട്ടയാളുമായ പി മോഹനെ ശിക്ഷിക്കണമെന്ന നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് കെ രമ വിധിക്ക് ശേഷം പ്രതികരിച്ചത്. ഞങ്ങൾ ഇനിയും ഈ പി മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന, മുകളിലേക്കുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനിയും കേസ് മുന്നോട്ട് പോകും. അപ്പൊ പാർട്ടിയുടെ പങ്ക്, CPMന്റെ പങ്കാണ് ഇത് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ കോടതി തെളിയിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു നീതിയാണ്. ഇനി ഇതുപോലെയുള്ള ഒരു കൊല നടക്കരുത് നമ്മുടെ നാട്ടിൽ. ഹൈക്കോടതി വിധിയിൽ ആശ്വാസമുണ്ടെന്നും നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പി കുമാരൻകുട്ടി പറഞ്ഞു. 14-ാം പ്രതി പി മോഹനെതിരായിട്ടുള്ള തെളിവിൽ കീഴ്ക്കോടതി തെളിവ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിട്ടയച്ചിട്ടുള്ളത്. എന്നാൽ ആ തെളിവ് സ്വീകാര്യമാക്കുന്ന തരത്തിലുള്ള വാദങ്ങളെല്ലാം നടത്തിയിരുന്നു. അതും കൂടി കോടതി പരിഗണിക്കേണ്ടതായിരുന്നു ശക്തമായി എന്നുള്ള അഭിപ്രായം ഉണ്ട്. ഇനിയും ശിക്ഷ നൽകിയിട്ടില്ലാത്ത, കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത പ്രതികൾക്കെതിരായിട്ട് തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കും. ഇതിലൂടെ അവസാനിക്കില്ല എന്നുള്ളതാണ് ശരി. ഒഞ്ചിയത്തെ CPM വിഭാഗീയതയെ തുടർന്ന് ടി പി ചന്ദ്രശേഖരനും സഹപ്രവർത്തകരും CPM വിട്ട് RMB രൂപീകരിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.